ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. മലക്കോട്ടെ വാരിബൻ്റെ 4-ാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. 4-ാം ദിവസം സിനിമയ്ക്ക് 1000-ന് മുകളിലുള്ള ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലഭിച്ചിരിക്കുന്നത് 91 ലക്ഷത്തോളം രൂപയാണ് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഒരു കഴിഞ്ഞ ദിവസത്തേക്കാളും ശനിയാഴ്ചത്തേക്കാളും വലിയൊരു ഇടിവ് തന്നെയാണ് വന്നിരിക്കുന്നത്. ശനിയാഴ്ചത്തേക്കാൾ കൂടുതൽ ആയിരിക്കും എന്നും ഞായറാഴ്ചത്തെ കളക്ഷൻ എന്നുള്ളത്. സാധാരണ ഞായറാഴ്ചകളിൽ റെക്കോർഡ് കളക്ഷനാണ് സിനിമയ്ക്ക് നേടാറുള്ളെങ്കിൽ ഇവിടെ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം സിനിമയ്ക്ക് എത്രത്തോളമാണ് നെഗറ്റീവ് വന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം. എന്നിരുന്നാലും സിനിമ മികച്ച രീതിയിൽ പ്രകടനം നടത്തുന്നു എന്ന് വേണമെങ്കിൽ വാദിക്കാം എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഈ ഒരു സിനിമയുടെ പ്രതീക്ഷയിൽ ഒത്ത് ഈ സിനിമയുടെ കളക്ഷൻ എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ആദ്യ ദിനം 4.25 കോടി അല്ലെങ്കിൽ 4.32 കോടി രൂപ നേടിയ സിനിമ 2-ാം ദിവസം 1.84 കോടി രൂപയും 3-ാം ദിവസം 1.04 കോടി രൂപയും നേടിയ സിനിമ 4-ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ ഞായറാഴ്ച 91 ലക്ഷം രൂപ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. അതായത് ട്രാക്കിംഗ് കളക്ഷൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതോടകം തന്നെ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് സിനിമ 10 കോടിക്ക് മുകളിലേക്ക് എത്തി. ഏകദേശം 12 കോടി ടച്ച് ചെയ്യാം എന്ന് തന്നെ പറയാം. അതായത് 4.32 കോടി രൂപ കിട്ടിക്കഴിഞ്ഞപ്പോൾ 5.85 കോടി രൂപയായിരുന്നു സിനിമയുടെ ആദ്യ ദിനത്തെ കളക്ഷനായിട്ട് പുറത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. പിന്നീട് നമ്മൾ കാണാൻ കഴിഞ്ഞത് 1.84 ആ റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 2.5 കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തിയിട്ടുണ്ട്. 1 കോടി എന്ന് പറഞ്ഞാൽ 1.4 എന്ന് പറയുമ്പോഴും നമുക്ക് കാണുന്നത് 1.80 കോടി ആ റേഞ്ചിലേക്ക് സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. ഇന്നലെയും അതായത് ഞായറാഴ്ചയും സിനിമയ്ക്ക് 1.5 കോടിക്ക് മുകളിലേക്കുള്ള കളക്ഷൻ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും സിനിമ ഒരു സാധാരണ ഒരു സിനിമയുടെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ആ ഒരു സിനിമയ്ക്ക് ഒരു കളക്ഷൻ മികച്ചതാണ് എന്ന് പറയാമെങ്കിലും ഈ ഒരു സിനിമ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് ഈ റേഞ്ചിലല്ല. മലയാളത്തിൻ്റെ ബ്രഹ്മാണ്ഡ ചിത്രമായിട്ട് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അതായത് ആദ്യ 4 ദിവസം കൊണ്ട് തന്നെ 100 കോടി കടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുള്ള സിനിമ തന്നെയായിരുന്നു. അത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട് ഈ സിനിമയ്ക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈപ്പും ആ റേഞ്ചിൽ തന്നെയാണ്. അണിയറ പ്രവർത്തകരിൽ നിന്ന് കിട്ടിയ അപ്ഡേറ്റുകൾ പ്രകാരമായിരുന്നു ഈ ഹൈപ്പുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. നമുക്കറിയാം ഇതിന് സിനിമ ഇറങ്ങുന്നതിന് 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഇൻട്രോ സീനെക്കുറിച്ചും അതേപോലെ തന്നെ മറ്റുള്ള ചില സംവിധായകരോ അല്ലെങ്കിൽ നടന്മാരോ ഒക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുമൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ തലേ ദിവസം വരെ ഉണ്ടായിരുന്ന ഹൈപ്പും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ സിനിമ ഗംഭീരം എന്നുള്ള റിപ്പോർട്ടുകളാണെങ്കിലും പക്ഷേ ഇവിടെ ഭൂരിഭാഗം പ്രേക്ഷകരെയും പിടിച്ചിരുത്താൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും അത് എല്ലാവരെയും എന്ന് കൂട്ടാൻ കഴിയില്ല. പലർക്കും സിനിമ ഇഷ്ടമാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഒരു ടിപ്പിക്കൽ LJP മൂവി പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് സാറ്റിസ്ഫൈഡ് ആകുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ഒരു സിനിമ പ്രതീക്ഷയ്ക്ക് ഒത്ത ലെവലിലേക്ക് എത്തിയില്ല. എന്തായാലും ഇതിനോടകം തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന കേരള കളക്ഷൻ 12 കോടിക്ക് അടുത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്നത്തെ കളക്ഷൻ ഇതുവരെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ 42% ഇടിവാണ് തിങ്കളാഴ്ച രാവിലെ പറഞ്ഞ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 32ഓളം ഷോകൾ വന്നപ്പോൾ 5% മാത്രം ഒക്യുപ്പൻസിയാണ് വന്നിരിക്കുന്നത്. എന്നിരുന്നാലും എടുത്തു പറയാനുള്ള കാര്യം അവിടെയും ഒരു ഹൗസ്ഫുൾ ഷോ ചാർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം ഞാനിടാം ഇതുവരെയുള്ള എല്ലാ ദിവസങ്ങളുടെയും. അതായത് കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഈ റിപ്പോർട്ടുകൾ ശരിയാണോ എന്നുള്ളത്. അതായത് നമ്മൾ പറയുന്ന റിപ്പോർട്ടുകളല്ല, ഇത് ട്രാക്കേഴ്സിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ട് ബോധ്യമാകാം. ആ ഒരു സ്ക്രീൻഷോട്ട് ഇടാം ഓരോ ദിവസത്തെയും. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.